നീണ്ടകരയിൽ കാണാതായ മകനു വേണ്ടിയുള്ള സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രമ. നീണ്ടകര പോലീസ് സ്റ്റേഷനിൽ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ഇപ്പോൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ചാൾസ് ജോർജ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലാളിൽ. ചാൾസ് ജോർജ്, ഇങ്ങനെ ഒരു സമരം കൂടി നമ്മൾ കാണുകയാണ്. നീണ്ടകരയിൽ പോയി 8 ദിവസമായി കാണാതായ മകനു വേണ്ടിയുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കണം എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ട് അമ്മ സമരം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്രയും ദിവസം ഈ കാര്യക്ഷമമായ തിരച്ചിൽ ഉണ്ടാകാത്തതിന് കാരണം അവർ അങ്ങോട്ട് ഇപ്പോഴാണ് ആവശ്യം ഉന്നയിച്ചത് എന്നുള്ള മറുപടിയാണ് അവർക്ക് കിട്ടിയത്. ഇവിടെ ഇപ്പൊ ആർക്ക് പനിക്കാനും കോഴിക്ക് കിടക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്കാണ് ബുദ്ധിമുട്ട് എല്ലാ കാര്യത്തിലും. ഒന്ന്, ഇപ്പൊ ക്ലൈമറ്റിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കണം. ഓക്കിയിൽ 69 പേരാണ് കൊച്ചിയിൽ പോയാലും മുങ്ങിപ്പോയി. അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇപ്പോഴും. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചാൾസ് ജോർജ് കേൾക്കാമോ? അദ്ദേഹവുമായുള്ള ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്. തിരികെ വരാമെന്നാണ് കരുതുന്നത്. ഇപ്പോഴും നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ അമ്മയുമായി അവിടെ ചർച്ചകൾ, 2ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇങ്ങനൊരു സമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ടോ? ഫിഷറീസ് വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പരാതി. എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? എല്ലാ വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായൊരു സ്പോട്ടിലെ ഒരു സെർച്ച് നടത്തണം എന്നാണ് ഇപ്പോൾ റിക്വസ്റ്റ് അവര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ട് പ്രത്യേകമായി അവർ സെർച്ച് നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോർമൽ സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സെർച്ച് കൂടി നമ്മൾ നടത്തുന്നതാണ്. ആരും യാതൊരു വിവരം അറിയിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ പരാതി കേൾക്കാനോ ഒന്നും എത്തിയില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ അപേക്ഷ നൽകാത്തത് കൊണ്ട്, നേരത്തെ അറിയിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യക്ഷമമായ തെരച്ചിൽ നടക്കാത്തത് എന്നൊക്കെയാണ് അവരോട് ആദ്യഘട്ടത്തിൽ കിട്ടിയ മറുപടി. അങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെയൊക്കെയാണോ ആളുകളോട് സംസാരിക്കുന്നത്? അങ്ങനെ ഒന്നുമല്ല. സെർച്ച് നടക്കുന്നുണ്ട്. അവരോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പോട്ടിൽ ബോഡി ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. അപ്പൊ അവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് വൈദഗ്ധ്യമുള്ള ആളുകൾ ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സെർച്ച് കൂടി നമ്മൾ നടത്തുന്നതാണ്. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി നടത്തുന്നതാണ്. മിനിസ്റ്റർ, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം നമുക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാതെ പോയത്? അല്ല, നമ്മൾ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് ബോഡി ലഭിക്കണം എന്നുള്ളതാണ്. ദൈവം കൂടി നമ്മുടെ കൂടെ ഒന്നാമത് അവർക്ക് ആ കുട്ടിയെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മിനിസ്റ്റർക്ക് വ്യക്തിപരമായി അറിയുമോ എന്ന് എനിക്കറിയില്ല. അവരുടെ ഭർത്താവും അച്ഛനും ഈ അപകടത്തിൽ മരിച്ചുപോയി. മിനിസ്റ്റർ, എനിക്കറിയാം ഡീറ്റെയിൽസ് മുഴുവനും എനിക്കറിയാം. തീർച്ചയായിട്ടും അവരോടൊപ്പമാണ് നമ്മളുള്ളത്. ഏത് പോസിബിൾ ആയിട്ടുള്ള നമുക്ക് സാധ്യമായ എല്ലാ രീതിയിലും ഒരു കാര്യം ചോദിക്കട്ടെ മിനിസ്റ്റർ, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് അവരുള്ളത്. മിനിസ്റ്റർ അങ്ങോട്ട് വിളിക്കുമോ? അവരോട് സംസാരിക്കുമോ? ഫോണിൽ വിളിച്ചാൽ മതി മിനിസ്റ്റർ, ചെയ്യുമോ? ഞാൻ പിന്നെ തീർച്ചയായിട്ടും ഞാൻ പോലീസുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിക്കാം. അത് ഞാൻ ഉടൻ തന്നെ അവരുമായിട്ട് സംസാരിക്കാം. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. എന്തായാലും അവരെ നേരിട്ട് വിളിക്കും, അമ്മയെ നേരിട്ട് വിളിക്കും, സംസാരിക്കും, പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകും എന്നുള്ളതാണ് മന്ത്രി അബ്ദുൽ ഗഫൂർ ഇപ്പോൾ നമ്മളോട് ഉറപ്പ് നൽകിയിരിക്കുന്നത്.